ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. യേശുവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, സംഗീതത്തിന് 86 പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ കണ്ണീർക്ക് ഞങ്ങൾ ഏറ്റെടുക്കണം. യേശുവേ 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 ആരാധന. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ജീവിത ദുരിതങ്ങൾ, സൗഖ്യങ്ങൾ, പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥതരിപ്പോഴ് ദൈവം എടുത്തു മാറ്റുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കോരിത്തെരിപ്പ് വരും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ ഇങ്ങനെ ഒരു ഉടമ്പടി പോലെ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം പെരുവഴിയിലാകുമായിരുന്നു. എല്ലാം തകർന്നതാ. പിന്നെ ദൈവം ഉടമ്പടിയിലൂടെ എല്ലാം തിരികെ കൊണ്ടുവന്ന് അവിസ്മരണീയമാണ്, വിസ്മയകരമാണ്. ഇങ്ങനെ അത്രയും ശക്തമായ സാക്ഷ്യം. എല്ലാ ദിവസവും സാക്ഷ്യങ്ങളുണ്ട്. എത്ര ലോക്ക്ഡൗൺ ആയാലും സാക്ഷ്യത്തിന് ലോക്ക്ഡൗൺ ഇല്ല. കാര്യം ദൈവാനുഭവങ്ങളുടെ 10,000 അവിടെ സാക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇമെയിലിലേക്ക്. അതുതന്നെ ഒരു ആശ്വാസമാണ്. ശരിക്കും രക്ഷകനാവാത്ത വിധം എൻ്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല എന്ന് പറയുന്നത് മനുഷ്യനിപ്പോഴ് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുകയാണ്. ഈ സാക്ഷ്യാനുഭവങ്ങളെല്ലാം എന്തിലേക്കാണ് വില ചൂണ്ടണത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലേക്കാണ്. അമ്മ പ്രത്യക്ഷപ്പെടലിൻ്റെ പൊരുളുകൾ ദൈവം സ്ഥിരീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് സാക്ഷ്യങ്ങൾ വരണത്. അതുകൊണ്ട് കൃപാസന അൾത്താറ് നമ്മുടെ അഭയകേന്ദ്രമാണ്. കുരുകിൽ പക്ഷി തൻ്റെ കുഞ്ഞിനെ പറക്കാനൊരു കൂടും. ദൈവമായ കർത്താവേ, നിവൽ പക്ഷി ഒരു സംഗീതവും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് സങ്കീർത്തനം. എത്ര വർഷങ്ങൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ആ സങ്കീർത്തനം ഇന്നും അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുകയാണ് കൃപാസന അൾത്താരയിലെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ തത്സമയ നിയോഗം ടൈപ്പ് ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകൃപാന ഗാനം ആലപിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ കർത്താവേ സ്തുതിക്കുന്ന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ആരെല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു, അപ്പോഴെല്ലാം കർത്താവേ മനുഷ്യരുടെ ആർക്കൊരു ചൂടാക്കി വായ്പ നിറച്ചു പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ അഭിഷേകം
യേശുവേ 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 ആരാധന. പ്രിയമുള്ളവരെ, കുർബാനയെ കുറിക്കുന്ന എല്ലാ പാട്ടുകളും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന മുഹൂർത്തത്തിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനം നിറഞ്ഞതാണ്. ആ ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനം എന്നോടും നിന്നോടുമുള്ള അവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും സ്നേഹമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഈടിവെപ്പ്, ഒരു വിശ്വാസിയുടെ സ്വന്തം എന്ന് പറയുന്നത് ഈ ദിവ്യകുർബാനയുടെ അനുഭവമാണ്. നമ്മൾ ആരാധന അവസാനിപ്പിക്കുന്നില്ല. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിലെ ഒരിക്കലും ആരാധന അവസാനിക്കത്തില്ല. ജൂലൈ 1-ാം തീയതി മുതൽ അന്നേപ്പം എന്ന് പറഞ്ഞ് പുതിയ ആരാധന ആരംഭിക്കുക. അതിൻ്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവർ ഡെയിലി ബ്രെഡ്, അന്നേപ്പം. ഒരു മനുഷ്യന് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് തരുന്ന ഒരു സായാഹ്നമാണ് അന്നേപ്പത്തിൻ്റെ ആരാധനാ സായാഹ്നം. നമുക്ക് ആ ശുശ്രൂഷ 1 മണിക്കൂറാണ് നിൽക്കുന്നത് ആരാധന. ആ 1 മണിക്കൂർ മുഴുവനും പങ്കെടുക്കുന്ന 10,000ങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ ശുശ്രൂഷ ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്. ശുശ്രൂഷ സമർപ്പിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. ആഴത്തിലുള്ള അവിടുത്തെ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ. അതിനാണ് അന്ത്യം വരെ അപ്പമായി, നമ്മുടെ ആശ്വാസമായി നമുക്ക് സംലഭ്യമായിരിക്കുന്നത്. കർത്താവേ, ഇപ്പോഴനേകം മക്കൾ രോഗികൾ അങ്ങയുടെ ഒരു സ്പർശം, അങ്ങയുടെ തിരുമുറുമാർന്ന വലതുകരത്തിൻ്റെ ഒരു സ്പർശം അനുഭവിക്കാൻ വേണ്ടി കണ്ണീരോടെ വെമ്പൽ കൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ കരുണയോടെ ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ഇന്ന് വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ അവിടെയെല്ലാം വിശ്വാസത്തെ പങ്കുപറ്റിക്കൊണ്ട് കർത്താവേ, നീ ആരാണെന്ന് കൈകൊണ്ട് തൊട്ട് മനസ്സിലാക്കിയവരെ, ഹൃദയത്തെ കൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയവരെ, കർത്താവെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയവർ, കർത്താവെ ഞങ്ങൾക്ക് നൽകിയ സാക്ഷ്യങ്ങൾ എത്ര സാക്ഷ്യത്തെക്കാൾ കർത്താവെ മനോഹരമാണ്. കർത്താവെ, ആ സാക്ഷ്യങ്ങളെ എല്ലാ രക്തസ്ഥാനം കൂടെ അങ്ങേക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട അങ്ങേക്ക് വേണ്ടി ജീവിച്ച എല്ലാ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തെ കർത്താവെ അവലംബിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ, ദിവ്യകുർബാനയുടെ മുമ്പിൽ വരുമ്പോൾ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ഈ സ്നേഹം നിൻ്റെ തിരുശരീരം നുറുങ്ങി പൊടിഞ്ഞ് ഒരപ്പമായി എൻ്റെ ആയുസ്സിനും നിത്യായുസ്സിനും ആധാരമായി, എൻ്റെ ആത്മാവിന് അഭിഷേകമായി സംലഭ്യമാകാനുള്ള നിൻ്റെ സ്നേഹത്തിൻ്റെ ആന്തരികത എന്നെ അനുഭവിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ, അവിടുത്തെ സ്നേഹം ഞങ്ങൾ ആസ്വദിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖത്തിൻ്റെ സമയമാണ്. നെഞ്ചിലെ വേദനയുള്ളവരെ, ഇപ്പോഴ് ഹൃദയ രോഗമുള്ളവരെ അവിടെ കൈവെക്കുക. നിന്റെ കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരമാണ് നിന്റെ നെഞ്ചിലിരിക്കണമെന്ന് നീ ഉറപ്പുവരുത്തുക. കരളിന് രോഗമുള്ളവര്, മഹോദര രോഗികൾ, അതിൻ്റെ പേരിൽ കരളിൽ ലീക്കായി വെള്ളം വയറ്റിൽ നിൽക്കുന്നവരെ, കൃപാസനത്തിലെ വയറും എത്തിപ്പോയ ആൾക്കാരെ കർത്താവ് ചൊട്ടിച്ച് വെള്ളം പുറത്തു കളഞ്ഞ് കരളിനെ സുഖപ്പെടുത്തിയുള്ള സാക്ഷ്യങ്ങൾ പറഞ്ഞ ഇടമാണിത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിന്റെ അമ്മ പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ആരാധനയിൽ നിന്നെ സന്ധിക്കാനും സംരക്ഷിക്കാനും എന്തിനു വേദിനും കർത്താവിൽ മാത്രം ആശ്രയം വെക്കുന്നവരെ
കർത്താവല്ലാതെ വരെ ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ അവരെ കൈവിടാത്ത കരുണയുടെ കരങ്ങളാണ് നിന്നിലേക്ക് കടന്നു വരുന്നത്. കർത്താവെ, ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഓ ജീസസ്, ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികളെ, ഹൃദയ രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ദിവ്യമുഹൂർത്തമാ യേശുവേ മനസ്സിൽ നീ വരണേ. ഈശോ മനസ്സിൽ നീ വരണേ. കരങ്ങളെ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് പാടാം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ഈശോ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ഈശോ മനസ്സിൽ നീ വരണേ. പ്രിയമുള്ളവരെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഇപ്പോൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. തലയിൽ പൊട്ടുള്ളവർ, ചിതങ്ങുള്ളവർ, തലയ്ക്ക് ഹിഡിനെസ് ഉള്ളവർ, തലയ്ക്കുള്ളിൽ തലച്ചോറിനുള്ളിലെ ഞരമ്പുകൾ ബ്ലോക്കായിരിക്കുന്നവർ, തലയ്ക്ക് ഭാരമുള്ളവർ, പ്രഷർ കയറി ഉറക്കമില്ലാത്തവർ, ഈശോ ഈശോ അങ്ങയുടെ വിശുദ്ധമായ തിരുമുറുപാടുന്ന വലതുകരം കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും അവിടെ ശിരസിൽ വെക്കണമേ, അവിടെ ശിരസിൽ വെക്കണമേ കർത്താവേ. അവിടെ അങ്ങയുടെ കൈകൾ കർത്താവേ, സംബന്ധമായ രോഗങ്ങളെ കേൾക്കപ്പെടാത്തവർ കർത്താവേ, കണ്ണ് കാണാത്തവർ കർത്താവേ, ഗന്ധമില്ലാത്തവർ, തൈറോയ്ഡ് രോഗികളെ, പൗഷ രോഗികളെ, വായു നാറ്റമുള്ളവരെ, പഴുപ്പുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉദരരോഗികള്, ഉദരം എപ്പോഴും ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നവർ, ഗ്യാസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉദര അലർജിയാകാം, അല്ലെങ്കിൽ കുടലിൻ്റെ ചീർത്ത അവസ്ഥയാകാം, ആമാശയം ബഡ്ജാകുന്ന രോഗമാകാം, വൻകുടലിൻ്റെ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ പുണ്ണാകാം, അൾസറാകാം, അല്ലെങ്കിൽ ആഹാരം ദഹിക്കാത്ത അവസ്ഥയാകാം. കർത്താവെ, എല്ലാ രോഗികളെയും, എല്ലാ ഉദര രോഗികളെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഉദരത്തെ സ്പർശിച്ചുകൊണ്ട് അനേക ആയിരങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അവൾ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് ഉദരത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉദര രോഗങ്ങളെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. മരന്ന് കമന്ന് കിടക്കാൻ പറ്റാത്തവരെ ഈശോയെ ഈ നിമിഷം നടുവിനെ കൈ താങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, കൈ താങ്ങിക്കൊണ്ട് തന്നെ എഴുന്നേൽക്കുന്നവരെ കർത്താവെ നടുവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടുവിനെ സ്പർശിക്കുന്ന കർത്താവെ, ഈശോ പിൻകഴുത്ത് മുതൽ കർത്താവെ താഴേക്ക് നടുവിൻ്റെ അറ്റം വരെ കർത്താവെ ഉള്ള ഓരോ വേദനകൾ കർത്താവെ, ഓരോ രോഗങ്ങൾ യേശുവെ, ഓരോ കശേരികളിലും അങ്ങനെ തിരുമുറുപാടുന്ന ആണിപ്പെടുന്ന അത്ഭുതകരമായ കരങ്ങൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, കരുണയുടെ പര്യായമേ, കരുണയുടെ കടലെ കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. നടുവ് രോഗങ്ങള്, നടുവെല്ലിന്റെ രോഗങ്ങള്, കശേരിയുടെ രോഗങ്ങള്, നടുവിന്റെ രോഗങ്ങള്, ഞരമ്പിന്റെ രോഗങ്ങള് യേശുനാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവേ ആരാധന. യേശുവേ സ്പർശിക്കണം, യേശുവേ സൗഖ്യം ചേർന്ന് പാടാം. മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ
അടിവയറ്റിൽ കൈവെക്കുക, അടിവയറ്റിൽ കൈവെക്കുക. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കളില്ലാത്തവർ, ഫിലോപ്പിൻ ട്യൂബിലിറ്റി സിസ്റ്റുള്ളവർ, അണ്ടാഗമം ഇല്ലാത്തവർ, പീരീഡ്സ് റെഗുലറായിട്ടില്ലാത്തവർ, ആൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദരസംബന്ധമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ഞങ്ങൾക്കറിയാത്തവരെ, ഇന്ന് ഒരു വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കാത്തവരെ, അതിന് മരുന്നില്ലാത്തവരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇടുപ്പെല്ലാം വേദനയുള്ളവരെ, ഇടുപ്പിൽ വിട്ടുപോയപ്പോൾ തോന്നണവർ, കർത്താവേ, അവരെല്ലാം നീര്, കർത്താവേ, എപ്പോഴും ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നീരിറങ്ങിക്കിടക്കുന്നവർ, കർത്താവേ, കാണിക്കുന്നുണ്ട്. കർത്താവേ, ഈശോ ബ്ലാഡർ പോലെ ബലൂണിൽ വെള്ളം കെട്ടിയതുപോലെ, കർത്താവേ, ചില ബ്ലാഡറുകളിൽ, കർത്താവേ, ഇങ്ങനെ ചില കോശങ്ങളിൽ, ചില ഗ്രന്ഥികളിൽ, കർത്താവേ, വെള്ളം കെട്ടി നിൽക്കുന്നവരെ, നീറിറക്കത്തിൻ്റെ രോഗമുള്ളവരെ, ഈശോ അവരെ സ്പർശിക്കണം. കർത്താവേ, ഈശോ അവരെ സ്പർശിക്കണം. കർത്താവേ, ഈശോ നിന്റെ ഉന്നതമായ നാമത്തിൽ, ഈശോ സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ സർവ്വ രോഗങ്ങളും, മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രിയമുള്ളവരെ, ഇപ്പോഴ് നാളെ വാതരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉള്ളംകാലം ഉച്ചവരെ വാതരോഗമുള്ളവരെ, കിടക്കാൻ പാടില്ലാത്തവർ, ആമവാദക്കാർ, അസ്ഥി പേശികളിൽ വാദമുള്ളവർ, നടക്കാൻ പറ്റാത്തവർ, മുടങ്ങുന്നവർ, ഒരു കാര്യം കൈകൊണ്ട് എഴുതാൻ പറ്റാത്തവർ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ അറിവിൽപ്പെട്ടവരോ അവർക്ക് വേണ്ടി ഇപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മരവിപ്പുണ്ടാകുന്നവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികൾ കിഡ്നിയിൽ സ്പർശിച്ചുകൊണ്ടിരിക്കട്ടെ. നടുവിനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, മക്കളില്ലാത്തവരെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുരുഷന്മാരെ, കർത്താവേ, അവർക്ക് സന്താന ഉൽപാദന കഴിവില്ലാത്തവർ, കൗണ്ടില്ലാത്തവർ, നല്ല മൊബിലിറ്റി ഇല്ലാത്തവരെ, അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരോ വിഷയത്തിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈശോ ഏറ്റവും ദിവ്യ സ്വർഗീയ വിശുദ്ധമായ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ അഭിഷേകം ചെയ്യണമേ. യേശു നാമത്തിലെ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ അവർ സൗഖ്യമാകട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, കർത്താവേ യേശുവേ ആരാധന. പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശോ. കുഞ്ഞുങ്ങളെ കാണിച്ചു തരുന്നത് പോലെ അവരെ സുഖപ്പെടുത്തും. തീർച്ചയായിട്ടും ഒരു വയസ്സുള്ള കുഞ്ഞിനെ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞിനെ കാണിച്ചു തരുന്നുണ്ട്. അവൻ മരുന്ന് കിടക്കുകയാണ്. അവൻ്റെ കാലും കൈയും സ്റ്റിഫാണ്, അത് മരവിച്ചിരിക്കുന്നു. അത് കർത്താവ് തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങളെപ്പോലെ ആ കാലുകളെ മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കുന്ന നല്ല കുഞ്ഞായി മാറ്റുമെന്ന് ഈശോ ആരാധനയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. സമയമാണ് വിവാഹം ഒത്തുവരാത്ത മക്കളെ. ചിലപ്പോൾ വയസ്സ് കൂടിപ്പോയി കാണാം, ഒരു പ്രശ്നവുമില്ല. 55 വയസ്സ് തൊട്ട് താഴേക്കുള്ള അനേകം മക്കളെ ഈ അൾത്താറിൽ അമ്മ മധ്യസ്ഥതയിൽ ഈശോനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സാക്ഷ്യമാണ്, അത് നമ്മുടെ ഈടുവെപ്പാണ്. 22 വർഷം വരെ മക്കളില്ലാത്തവർക്ക് അമ്മ ഈ അൾത്താറിൽ നിന്ന് കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സാക്ഷ്യമാണ്, നമ്മുടെ ഈടുവെപ്പാണ്. നീയും ഒട്ടും വൈകിട്ടില്ല. ദൈവവേദന സാത്താനാണ് നിന്നോട് പറയണത് ഈ വൈകിപ്പോയി എന്ന് പറഞ്ഞത് നമുക്കറിയാം. അത് നേരത്തെ സക്കറിയാസ് പറഞ്ഞൊരു വാക്കാണ്, വൈകിപ്പോയി. എൻ്റെ ഭാര്യയും വൈകിപ്പോയി, ഞാനും വൈകിപ്പോയി എന്ന് പറയുമ്പോൾ ദൈവം പറയും വൈകിട്ടില്ല, വിശ്വസിക്കുക. ആരെല്ലാം വൈകി എന്ന് പറഞ്ഞോ അവരെല്ലാവരോടും എല്ലാം ദൈവം പറയുന്ന വാക്കാണ് വിശ്വസിക്കുക മാത്രം. പ്രാർത്ഥിക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിനക്ക് വിശ്വാസം കിട്ടും, ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ കിട്ടും, ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ രോഗികളായിട്ടുള്ളവർ സൗഖ്യം പ്രാപിക്കും. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇപ്പോഴും നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടും. നീ മക്കളെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവ്. ഇപ്പോൾ മക്കളെ കർത്താവേ നീ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ എല്ലാ മക്കളുടെ കർത്താവ് സന്താന ഉത്പാദന ശേഷി നഷ്ടപ്പെട്ടു പോയവരെ
കർത്താവ്, വിവാഹത്തിന് വയസ്സേറിപ്പോയൊരു കർത്താവ്, എല്ലാം വൈകിപ്പോയെന്ന് പറയുന്നൊരു കർത്താവ്, അവർ വിശ്വാസത്താൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുടുംബം രൂപപ്പെടട്ടെ, കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ രൂപപ്പെടട്ടെ. ആരാധന പരമദിവ്യ പരിശുദ്ധ പരമദിവ്യ ഉടമ്പടിയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടും. ഇപ്പോൾ 2 സൗഖ്യത്തിൻ്റെ സന്ദേശങ്ങളുണ്ട്. ഒന്ന്, കണ്ണ് പഴുത്ത് ചോര പോലെ ഒരു കൊഴുത്ത ദ്രാവകം, പഴുപ്പും ചോരയും കലർന്ന ഒരു എന്നാൽ ഓറഞ്ച് കളറുള്ള ഒരു കൊഴുത്ത ദ്രാവകം കണ്ണിൽ നിന്ന് ഇടത് കണ്ണിൽ നിന്ന് ഇറങ്ങി വരുന്ന വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികളുടെ സ്രാവരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്രാവരോഗികളെ രക്തസ്രാവമാകാം, ചിലപ്പോൾ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാകാം, മലം പോകുന്ന അവസ്ഥയാകാം, ചിലപ്പോഴും മുക്കിന്റെ ഒലിപ്പാകാം, തോരാത്ത കണ്ണുനീരാകാം. സ്രാവരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന കർത്താവ് ഇപ്പോഴും എല്ലാ സ്രാവരോഗികളെയും കർത്താവ് അങ്ങ് സ്പർശിക്കണമേ. കർത്താവ് ഇപ്പോഴും എല്ലാ സ്രാവരോഗികളും കർത്താവ്, കണ്ണിൽ നിന്ന് കർത്താവ് വെള്ളം വരുന്നവര്, മുക്കിൽ നിന്ന് വെള്ളം വരുന്നവര് കർത്താവ്, അതുപോലെ തന്നെ എപ്പിലെപ്സി രോഗികള്, വായിൽ നിന്ന് എപ്പോഴും ഈന്ത ഒഴുകി വരുന്നവർ കർത്താവ്, ഇവിടെ നിന്നെല്ലാം കർത്താവ് ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുവോ ആ രോഗികളെ യേശുവിന്റെ നാമത്തില്, ആ രോഗികളെ യേശുവിന്റെ നാമത്തില് മാതാവിന്റെ മധ്യസ്ഥത്തില് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. സാമ്പത്തിക കടമുള്ളവര്, എങ്ങനെ വീട്ടുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവര്, അവരെല്ലാം ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ജോലിയില്ലാത്തവര്, ടെസ്റ്റ് എഴുതി നിൽക്കുന്നവര്, OIT അതുപോലെ തന്നെ IITS പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതിയിട്ട് മടുത്തുപോയവർ, വിട്ടുകളഞ്ഞവർ, റീവാലുവേഷൻ കൊടുക്കണോ വേണ്ടയോ അത് ചിന്തിക്കുന്നവർ ഇപ്പം തന്നെ അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ ഈ വിഷയം സമർപ്പിക്കുകയാണ്. വിവാഹം അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതം മടുത്തുവെന്ന് ആഗ്രഹിക്കുന്നവരെ, ജീവിത പങ്കാളിയുടെ മോശമായ പെരുമാറ്റവും തെറ്റായ ബന്ധം കാരണവും മനസ്സിലാക്കാനുള്ള കഴിവുകേട് കാരണവും ജീവിതം ഭാരമായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാം കർത്താവ് സ്പർശിച്ചു നിങ്ങളെ സൗഖ്യപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ഈ വഴിയിലൂടെ നമ്മൾ ഇനി പണ്ട് ഒരിക്കലും കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ വഴിയിലൂടെ കർത്താവ് നിന്റെ കുടുംബത്തെ നയിക്കും. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ കടമായി വന്നുപോട്ടുള്ള മക്കളെ, ജീവിത വരുമാന മാർഗമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ വേദനിക്കുന്നവരെ, അവിടെ നമ്മൾ കൈകിട്ടാൻ പറ്റാതെ നാണം കെട്ട ഒരു വർഷം. ഇന്ന് വരെ എൻ്റെ ജന്മത്തിൽ ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. ഇപ്പം കൈനീട്ടിപ്പോയി. എൻ്റെ മക്കളുടെ മാനം, എൻ്റെ കുടുംബത്തിൻ്റെ മാനം കാത്തുകൊണ്ട് ഞാനിങ്ങനെ കടിച്ച് പിടിച്ച് മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ കൈവിട്ടു പോയെന്ന് വിചാരിച്ചുകൊണ്ട് അത് തന്നെ വിശപ്പിനേക്കാൾ വേദനയെ അനുഭവിക്കുന്ന ഓരോ കുടുംബനാഥന്മാരെയും ഇപ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ എല്ലാം നീ ഏറ്റെടുക്കണം. കർത്താവെ, അവരെ അങ്ങയുടെ മുമ്പിലല്ലാതെ കർത്താവെ മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ നാമത്തെ കർത്താവ് മ്ലേച്ഛമാക്കാൻ കർത്താവെ ആരെയും അനുവദിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ആശ്രയിക്കുന്നവർ ദൈവത്തിന്റെ കാലിൽ നിൽക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദിവ്യമാം സംസാരിനാഥൻ വരുന്നു, നിന്നെ നിന്നെ. പ്രിയമുള്ളവരെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, മക്കൾ വിദേശത്തായി പോയി കുടുങ്ങിപ്പോയവർ, അവർക്ക് വിസ കിട്ടാത്തവർ, അവരുടെ ഓണേഴ്സ് വിസ ഇഷ്യൂ ചെയ്യാത്തവർ, ഇവിടുന്ന് പഠനത്തിന് വേണ്ടി കയറിപ്പോകാൻ പറ്റാതെ കുടുങ്ങിപ്പോയവർ,
ജീവിതം ആകപ്പാടെ പോയല്ലോ, തെറ്റായ തീരുമാനം എടുത്തു പോയല്ലോ, അത് ശപിക്കപ്പെട്ട നിമിഷമാണ്, എൻ്റെ ജീവിതം അല്ലേ ഇങ്ങനെയാണ്, ഒരിക്കലും ഞാൻ കരകയറത്തില്ല എന്ന് വിചാരിച്ച് മനസ്സ് ഇടുങ്ങിയിരിക്കുന്നവർ, അവിടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു അമ്മയും മാതാപിതാക്കന്മാരും ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കർത്താവ് നിൻ്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്